ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടു. നമ്മൾ എന്താണ് അക്യൂസാറ്റീവ് എന്നും ഏതൊക്കെയാണ് അക്യൂസാറ്റീവ് വെർബ്സ് എന്നും നമ്മൾ പരിചയപ്പെട്ടു. ഈ പാർട്ടിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്യൂസാറ്റീവ് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, അക്യൂസാറ്റീവ് ഉൺബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, നെഗാക്സിയോൺ ഇൻ അക്യൂസാറ്റീവ്. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമതായി നമുക്ക് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഇൻ അക്യൂസാറ്റീവ് പരിചയപ്പെടാം. എന്താണ് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഇൻ അക്യൂസാറ്റീവ്? ഇതിനും 2 കീ പോയിന്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ കീ പോയിന്റ്സ് നോക്കാം. നോമിനാറ്റീവിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ദി ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഇൻ അക്യൂസാറ്റീവ് ഓൾസോ റെഫേഴ്സ് ടു ദ ഇൻ ഇംഗ്ലീഷ്. ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ റെഫേഴ്സ് ടു ദ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ദി എവിടേക്ക് ഉപയോഗിക്കുന്നു അവിടെയെല്ലാം നമ്മൾ എന്തുപയോഗിക്കും? ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ യൂസ് ചെയ്യും. രണ്ടാമതായ ഒരു ഡെഫിനിഷൻ, it is determined on the basis of gender, case and number of noun. It is determined on the basis of gender, case and number of noun. ഇനി ഏതൊക്കെയാണ് നമ്മുടെ അക്യൂസാറ്റീവ് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. അക്യൂസാറ്റീവ് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ വരുന്നത് മാസ്കുലിനിൽ then, ഫെമിനിനിൽ the, നോയിട്രത്തിൽ thus, പ്ലൂറലിൽ the. then, the, thus, the. then, the, thus, the. നോമിനാറ്റീവിന്റെ ഏതൊക്കെയായിരുന്നു? there, the, thus, the. അക്യൂസാറ്റീവിന്റെ വന്നപ്പോഴത്തേക്കോ then, the, thus, the. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഒറ്റ ദാ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അക്യൂസാറ്റീവ് കേസും കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ എത്ര ദായായി? ടോട്ടൽ 8 ദായായി. ഇനി നമുക്ക് ഓരോ സെന്റൻസിലും യൂസ് ചെയ്ത് നോക്കാം. അതിനായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അക്യൂസാറ്റീവ് വെർബ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അക്യൂസാറ്റീവ് വെർബുകൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഓരോ സെന്റൻസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായ ഒരു സെന്റൻസ്, വി ബൈ ദി പ്രിന്റർ. വി ബൈ ദി പ്രിന്റർ. ഞങ്ങൾ പ്രിന്റർ മേടിച്ചു. പ്രിന്റർ എന്താണ്? their drucker. മാസ്കുലിൻ ആണ് their drucker. ഈ സെന്റൻസിൽ എന്തൊക്കെയാണുള്ളത്? സബ്ജക്ട് ബി. ആരാണ് മേടിച്ചത്? നോമിനാറ്റീവ്. സബ്ജക്ട് നോമിനാറ്റീവ് ഉണ്ട് ബി. എന്താണ് മേടിച്ചത്? ദി പ്രിന്റർ. ഈ സെന്റൻസിലെ വെർബിന്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആരാണ്? ദി പ്രിന്റർ. മേടിച്ചത് പ്രിന്റർ ആണ്. അക്യൂസാറ്റീവിലെ ചോദ്യം എന്തൊക്കെയായിരുന്നു? ആരെ, എന്തിനെ, എന്താണ് മേടിച്ചത്? പ്രിന്റർ. അപ്പൊ നമുക്ക് മനസ്സിലായി പ്രിന്റർ മാസ്കുലിൻ ആണ്, their drucker ആണെന്ന്. അപ്പൊ ഈ സെന്റൻസിൽ എന്തുണ്ട്? നോമിനാറ്റീവ് ഉണ്ട്. പിന്നെ വരുന്നത് എന്താണ്? അക്യൂസാറ്റീവിലാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ എടുക്കാൻ പറ്റത്തുള്ളൂ? അക്യൂസാറ്റീവിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ. പ്രിന്റർ മാസ്കുലിൻ ആയതുകൊണ്ട് അക്യൂസാറ്റീവിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ മാസ്കുലിനുള്ള then എടുത്തു. അപ്പൊ ഇതെങ്ങനെ എഴുതും? wir kaufen den drucker. wir kaufen den drucker. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരാണ് മേടിക്കുന്നത്? ഞങ്ങൾ. എന്താണ് മേടിക്കുന്നത്? പ്രിന്റർ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. I sell the camera. I sell the camera. ക്യാമറ എന്താണ്? the camera. ഫെമിനിൻ ആണ് the camera. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് വിൽക്കുന്നത്? ഞാൻ. നോമിനാറ്റീവ് സബ്ജക്ട്. എന്താണ് വിൽക്കുന്നത്? the camera. ഓക്കെ. അപ്പോൾ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ഐയും അക്യൂസാറ്റീവ് അല്ലെങ്കിൽ ഈ വെർബിന്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന എന്താണ്? സെല്ല് ചെയ്യുന്ന എന്താണ്? the camera. അപ്പോൾ ഇതിലെ അക്യൂസാറ്റീവ് ദി കാമറ. അപ്പോൾ എങ്ങനെ എഴുതും? അക്യൂസാറ്റീവിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഫെമിനിനിൽ ഏതാന്ന് നോക്കുക, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതും? ich verkaufe die Kamera. ich verkaufe die Kamera. ആരാണ് സെല്ല് ചെയ്യുന്നത്? ich. എന്താണ് സെല്ല് ചെയ്യുന്നത്? the camera. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ, I buy the mobile. I buy the mobile. മൊബൈൽ എന്താണ്? thus handy. thus handy. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് മേടിക്കുന്നത്? ഞാൻ. നോമിനാറ്റീവ് സബ്ജക്ട്. സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യും. ആരാണ് മേടിക്കുന്നത്? ഞാൻ. എന്താണ് മേടിക്കുന്നത്? ദി മൊബൈൽ. ഈ സെന്റൻസിലെ വെർബിന്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് എന്താണ്? ദി മൊബൈൽ. അപ്പൊ ഇതെങ്ങനെ പറയും? ich kaufe das Handy. ich kaufe das Handy. സബ്ജക്ട് നോമിനാറ്റീവ് ich, ഒബ്ജക്ട് ഡയറക്റ്റ് ഒബ്ജക്ട് thus handy. അക്യൂസാറ്റീവിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ നോയിട്രത്തിൽ എടുത്തു. ഇനി പ്ലൂറാലിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. they need the devices. they need the devices. devices ഡിവൈസ് അല്ല, devices. അതിന്റെ ആർട്ടിക്കിൾ എന്തായിരിക്കും? പ്ലൂറൽ ആണ്. the gerate. the gerate ആണ് ഡിവൈസ്. they need the device. ആർക്കാണ് വേണ്ടത്? അവർക്ക്. they നോമിനാറ്റീവ് സബ്ജക്ട് നോമിനാറ്റീവ്. എന്താണ് വേണ്ടത്? ഡിവൈസസ്. അപ്പോൾ എങ്ങനെ പറയും? sie brauchen die Geräte. sie brauchen die Geräte. സബ്ജക്ട് നോമിനാറ്റീവ്
സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. വെർബിന്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ദി ഗെറ്റേറ്റീവ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സെന്റൻസുകളിലെല്ലാം, ഈ 4 സെന്റൻസുകളിലും നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡിമാൻഡിങ് ആയിരുന്നു. ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുമ്പുണ്ടായിരുന്ന ആർട്ടിക്കിൾ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അക്യൂസാറ്റീവിന്റെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ യൂസ് ചെയ്തു. എല്ലാ സെന്റൻസിലും നമുക്ക് നോമിനാറ്റീവ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ സബ്ജക്റ്റിനോടായിരിക്കും നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു 4 എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. ഇനി കുറച്ച് സെന്റൻസുകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾ ആ സെന്റൻസ് സ്വന്തമായി എഴുതി നോക്കുക. അപ്പൊ നമുക്ക് ഓരോ സെന്റൻസ് കണ്ടപ്പോഴും മനസ്സിലായി, ഓരോ നൗണിന്റെയും ആർട്ടിക്കിൾ വ്യക്തമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദെൻ ഇടണോ, ദി ഇടണോ, ദസ് ഇടണോ, ദി ഇടണോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഓരോ നൗൺ പഠിക്കുമ്പോഴും അതിന്റെ ആർട്ടിക്കിൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് unbestimed ആർട്ടിക്കിളിലേക്ക് കിടക്കാം. അക്യൂസാറ്റീവ്, unbestimed ആർട്ടിക്കിൾ. ഇതിനും 2 കീ പോയിന്റ്സ് ഉണ്ട്. The unbestimed article in accusative refers to a or an in English. ഇംഗ്ലീഷിലെ എ ഓർ ആൻ, എ അല്ലെങ്കിൽ ആൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അവിടെ എല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ unbestimed ആർട്ടിക്കിൾ യൂസ് ചെയ്യും. refers to a or an in English. രണ്ടാമതായ ഒരു കീ പോയിന്റ്, it is determined on the basis of gender and case. It is determined on the basis of gender and case. ഈ unbestimed ആർട്ടിക്കിൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ജെൻഡറിനും കേസിനും അനുസരിച്ചായിരിക്കും. ഇനി ഏതൊക്കെയാണ് നമ്മുടെ അക്യൂസാറ്റീവ് unbestimed ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. അക്യൂസാറ്റീവ് unbestimed ആർട്ടിക്കിൾ മാസ്കുലിനിൽ ഐനൻ, ഫെമിനിനിൽ ഐനെ, നോയിട്രത്തിൽ ഐൻ, പ്ലൂറാല് വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ്? ഐനൻ, ഐനെ, ഐൻ, ഐനൻ, ഐനെ, ഐൻ. നമ്മുടെ നോമിനാറ്റീവിന്റെ ഏതൊക്കെയായിരുന്നു? ഐൻ, ഐനെ, ഐൻ, ഐൻ, ഐനെ, ഐൻ. അക്യൂസാറ്റീവിലേക്ക് വന്നപ്പോഴോ ഐനൻ, ഐനെ, ഐൻ. മാസ്കുലിനിൽ ഐനൻ, ഫെമിനിനിൽ ഐനെ, നോയിട്രത്തിൽ ഐൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ടേബിൾ വ്യക്തമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓരോ ജെൻഡറിലും നമുക്ക് എക്സാമ്പിൾ എഴുതി നോക്കാം. ഒന്നാമതായി I see a dog. I see a dog. Dog എന്താണ്? Their hund. Their hund. Masculine ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് കണ്ടത്? ഞാൻ. സബ്ജക്റ്റ് നോമിനാറ്റീവ്. എന്താണ് കണ്ടത്? ദി ഡോഗ്. വെർബിന്റെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആരാണ്? ദി ഡോഗ്. അപ്പൊ ഈ സെന്റൻസിൽ നോമിനാറ്റീവ് ഉണ്ട്, അക്യൂസാറ്റീവ് ഉണ്ട്. ഈ അക്യൂസാറ്റീവ് സെന്റൻസിന് മുമ്പ് കിടക്കുന്ന ആർട്ടിക്കിൾ എന്താണ്? unbestimed ആർട്ടിക്കിൾ. ഈ ഡോഗ് എന്താണ്? മാസ്കുലിൻ. അപ്പൊ അക്യൂസാറ്റീവ് unbestimed ആർട്ടിക്കിൾ മാസ്കുലിനിൽ നോക്കണം. അപ്പൊ എന്താണ് കിട്ടുക? ഐനൻ. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഇസ് എ ഐനൻ ഹുണ്ട്. ഇസ് എ ഐനൻ ഹുണ്ട്. ആരാണ് കണ്ടത്? ഞാൻ. എന്താണ് കണ്ടത്? എ ഡോഗ്. ഇസ് എ ഐനൻ ഹുണ്ട്. ഇനി രണ്ടാമതായ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ഹാവ് എ ക്യാറ്റ്. ഹി ഹാവ് എ ക്യാറ്റ്. ക്യാറ്റ് എന്താണ്? ദി കാറ്റ്സ്. ക്യാറ്റ് എന്താണ്? ദി കാറ്റ്സ്. ഫെമിനിൻ ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ഹി നോമിനാറ്റീവ്, ആര്. ഇനി എന്താണുള്ളത്? ക്യാറ്റ്, അക്യൂസാറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ക്യാറ്റ് എന്താണ്? ഫെമിനിൻ. അപ്പൊ അക്യൂസാറ്റീവ് ഫെമിനിൻ unbestimed ആർട്ടിക്കിൾ എടുക്കണം. അതെന്താണ്? ഐനെ. അപ്പൊ എങ്ങനെ എഴുതും? എർ ഹാറ്റ് ഐനെ കാറ്റ്സ്. എർ ഹാറ്റ് ഐനെ കാറ്റ്സ്. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിൾ. വി ഫൈൻഡ് എ ഷീപ്പ്. വി ഫൈൻഡ് എ ഷീപ്പ്. ഞങ്ങളാ ആട്ടിൻകുട്ടിയെ കണ്ടെത്തി. എങ്ങനെ എഴുതും? ഷീപ്പ് എന്താണ്? ദ ഷ്രാഫ്. ഷീപ്പ് എന്താണ്? ദ ഷ്രാഫ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഷീപ്പ് എന്താണ്? ദ ഷ്രാഫ്. ആരാണ് കണ്ടെത്തിയത്? ഞങ്ങൾ. എന്താണ് കണ്ടെത്തിയത്? ഷീപ്പിനെ. ഷീപ്പ് എന്താണ്? നോയിട്രം ആണ്. അപ്പൊ ഏതെടുക്കും? അക്യൂസാറ്റീവിന്റെ unbestimed ആർട്ടിക്കിൾ നോയിട്രത്തിൽ എന്താണ്? ഐൻ. അപ്പൊ എങ്ങനെ എഴുതും? വിയർ ഫിൻഡൻ ഐൻ ഷ്രാഫ്. ദസ് ആയതുകൊണ്ട് ന്യൂട്രൽ വന്നുകൊണ്ട് ഐൻ വന്നു. വിയർ ഫിൻഡൻ ഐൻ ഷ്രാഫ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ അക്യൂസാറ്റീവ് unbestimed ആർട്ടിക്കിളും അതിൻ്റെ ഒരു 3 എക്സാമ്പിളും. ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഗാറ്റീവർ ആർട്ടിക്കിൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നെഗാറ്റീവർ ആർട്ടിക്കിൾ. ഇതിനും 2 കീ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമതായി, ദി നെഗാറ്റീവർ ആർട്ടിക്കിൾ റെഫേഴ്സ് ടു നോ, നോട്ട് എ, നൺ, ഡെസിന്റ്, ഡു നോട്ട്. ഒരു നെഗേഷൻ പറയാനായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ഈ നെഗാറ്റീവർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമതായ ഒരു പോയിന്റ്, ദി നെഗാറ്റീവർ ആർട്ടിക്കിൾ ഈസ് ഓൾസോ ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ, കേസ് ആൻഡ് നമ്പർ ഓഫ് നൗൺ. ഇനി ഏതൊക്കെയാണ് നമ്മുടെ അക്യൂസാറ്റീവ് നെഗാറ്റീവർ ആർട്ടിക്കിൾ നോക്കാം. മാസ്കുലിനിൽ കൈനൻ, ഫെമിനിനിൽ കൈനെ, നോയിട്രത്തിൽ കൈൻ, പ്ലൂറാലിൽ കൈനെ. അപ്പോൾ എങ്ങനെ വരും? കൈനൻ, കൈനെ, കൈൻ, കൈനെ.
കൈനൻ, കൈനെ, കൈൻ, കൈനെ. ഇനി ഇത് നോമിനാറ്റീവിൽ എങ്ങനെയായിരുന്നു? കൈൻ, കൈനെ, കൈൻ, കൈനെ. അക്യൂസാറ്റീവിലേക്ക് വന്നപ്പോഴോ കൈനൻ, കൈനെ, കൈൻ, കൈനെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ടേബിൾ വ്യക്തമായി പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഓരോ ജെൻഡറിലും എക്സാമ്പിൾ നോക്കാം. ഹി ഡസൻ വെയർ ഹാറ്റ്. ഹി ഡസൻ വെയർ ഹാറ്റ്. അവൻ തൊപ്പി ധരിക്കാറില്ല. ഹാറ്റ് എന്താണ്? ദെയർ ഹുഡ്. ദെയർ ഹുഡ് മാസ്കുലിനാണ്. ദെയർ ഹുഡ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഹി ഡസൻ വെയർ നോമിനാറ്റീവ്. ആരാണ് ധരിക്കാത്തത്? ഹി നോമിനാറ്റീവ്. എന്താണ് ധരിക്കാത്തത്? ദി ഹാറ്റ്. എന്താണ് ധരിക്കാത്തത്? ഹാറ്റ്. ഹാറ്റ് മാസ്കുലിനാണ്. അപ്പോൾ എന്തെടുക്കണം നമ്മൾ? അക്യൂസാറ്റീവിന്റെ നെഗാറ്റീവർ മാസ്കുലിൻ എടുക്കണം. അതെന്താണ്? കൈനൻ. അപ്പൊ എങ്ങനെ വരും? എയർ ട്രൈറ്റ് ഇറഗുലർ വെർബാണ്. എയർ ട്രൈറ്റ് കൈനൻ ഹുഡ്. എയർ ട്രൈറ്റ് കൈനൻ ഹുഡ്. ആ ഉള്ളൗട്ട് ആവുന്ന വെർബാണ് ഡ്രാഗൺ. എയർ ട്രൈറ്റ് കൈനൻ ഹുഡ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഡസൻ ഹാവ് വാച്ച്. അവളുടെ കയ്യിൽ വാച്ച് ഇല്ല. വാച്ച് എന്താണ്? ദി ഊർ. ദി ഊർ ഫെമിനിൻ ആണ്. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? നോമിനാറ്റീവ് ഷീ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് വാച്ച്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? സി ഹാറ്റ് കൈനെ ഓർ. അക്യൂസാറ്റീവിന്റെ നെഗാറ്റീവ് ഫെമിനിനിൽ എടുത്തു. സി ഹാറ്റ് കൈനെ ഓർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമതായ ഒരു എക്സാമ്പിൾ. ഷീ ഡസൻ നീഡ് ഹെയർ ബാൻഡ്. ഷീ ഡസൻ നീഡ് ഹെയർ ബാൻഡ്. ഹെയർ ബാൻഡ് എന്താ? ദസ് ഹാർ ബാൻഡ്. ദസ് ഹാർ ബാൻഡ്. ദസ് ഹാർ ബാൻഡ്. അപ്പോൾ ഇതെങ്ങനെ പറയും? ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? നോമിനാറ്റീവ് ഷീ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഹാർ ബാൻഡ്, ഹെയർ ബാൻഡ്. അപ്പോൾ ഇതെങ്ങനെ പറയും? ഹാർ ബാൻഡ് എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പൊ അക്യൂസാറ്റീവിന്റെ ന്യൂട്രൽ നെഗാറ്റീവർ എടുക്കണം. അപ്പൊ എന്താണത്? കൈൻ. അപ്പൊ എങ്ങനെ എഴുതും? സി ബ്രൗട്ട് കൈൻ ഹാർ ബാൻഡ്. സി ബ്രൗട്ട് കൈൻ ഹാർ ബാൻഡ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ. ഷീ ഡസൻ ഹാവ് ഇയർ റിങ്സ്. ഇയർ റിങ്സ്. ഇയർ റിങ്സ് എന്താണ്? പ്ലൂറൽ ആണ്. ദി ഓറിങ്. ദി ഓറിങ്. ഓറിങ് ആണ് ഓർ റിങ്സ്. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ഷീ ഉണ്ട്. നോമിനാറ്റീവ് സബ്ജക്ട്. സബ്ജക്റ്റിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? ദി ഇയർ റിങ്സ്. അപ്പോൾ ഇതെങ്ങനെ എഴുതും നോക്കാം. അക്യൂസാറ്റീവ് നെഗാറ്റീവ് പ്ലൂറാലിൽ നിന്ന് എടുക്കുക നമ്മൾ. അപ്പം എങ്ങനെ എഴുതും? സി ഹാറ്റ് കൈനെ ഓറിങ്. സി ഹാറ്റ് കൈനെ ഓറിങ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ 3 ടൈപ്പ് ഓഫ് ആർട്ടിക്കിളും പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? ബെസ്റ്റിംഡ്, ഉൺബെസ്റ്റിംഡ്, നെഗാറ്റീവ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ അക്യൂസാറ്റീവ് പാർട്ട് 2 വീഡിയോ. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എക്സാമ്പിളുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. താങ്ക് യു.